ഹായ് നമസ്കാരം. വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ ഹോം ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചെയ്യാനായിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പൂക്കാട്ടുപടിയിലാണ്. മനോഹരമായിട്ടുള്ള ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ല. 10ഓളം വില്ലകളാണ് ഇവിടെ വരുന്നത്. 2 ടൈപ്പ് വില്ലകളാണ് ഉള്ളത്. പൂർണ്ണമായും കണ്ടംപററി ഡിസൈനിൽ ചെയ്ത വില്ലയും കണ്ടംപററി ഡിസൈനും ട്രഡീഷണൽ ഡിസൈനും മിക്സ് ചെയ്ത ഒരു എലവേഷനിൽ ചെയ്ത വില്ലയും. 10 വില്ലകളാണുള്ളത്. ഇവിടെ നിന്നാണ് ആ വില്ലകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. മനോഹരമായിട്ടുള്ള വില്ല പ്രോജക്റ്റാണിത്. ഇതിന് മതിലുകൾ തിരിച്ച് സെപ്പറേറ്റ് ചെയ്തില്ല, സൈഡിൽ മാത്രമാണ് മതിലുകൾ വരുന്നത്. മുറ്റത്ത് വരുന്നത് കടപ്പ കല്ലുകളാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഏറ്റവും ആദ്യത്തെ കയറി വരുമ്പോൾ തന്നെയുള്ള മനോഹരമായിട്ടുള്ള വില്ലയാണ്. ആ വില്ല നിർമ്മിച്ചിരിക്കുന്നത് 4.3 സെൻറ്റിലാണ്. 1900 സ്ക്വയർ ഫീറ്റുള്ള 4 ബെഡ്റൂം വീട്. നമുക്ക് ആ വീടിൻ്റെ വിശേഷങ്ങളൊന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ കാണുന്ന മനോഹരമായിട്ടുള്ള വില്ലയാണ്. ഈ വില്ല പൂർണ്ണമായും കണ്ടംപററി ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വില്ലയുടെ എലവേഷനിൽ നോക്കിയാൽ അറിയാം, ബോക്സി ടൈപ്പ് എലവേഷനാണ് പൂർണ്ണമായിട്ടും വില്ലയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ഒരു ഭാഗത്തായിട്ട് ടെക്സ്ചർ വർക്കുകൾ കാണാം. 2 ബാൽക്കണിയാണ് വില്ലയ്ക്ക് വരുന്നത്. ഒരു കവേർഡായിട്ടുള്ള ബാൽക്കണിയും ഒരു ഓപ്പൺ ആയിട്ടുള്ള ബാൽക്കണിയും വരുന്നുണ്ട്. മുകൾ ഭാഗത്തും ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ബോക്സി ടൈപ്പ് ഡിസൈൻ നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായിട്ട് ടെക്സ്ചർ വർക്കുകളും മനോഹരമായിട്ട് നൽകിയിട്ടുണ്ട്. വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഈ കാണുന്ന റോഡാണ്. ഏകദേശം 4.5 മീറ്റർ വിട്ടുള്ള ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന റോഡാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കോമ്പൗണ്ട് നമുക്ക് മതിലൊന്നും കെട്ടി തിരിച്ചിട്ടില്ല. സൈഡിൽ മാത്രമാണ് മതിൽ കൊടുത്തിട്ടുള്ളത്. ഇത് വണ്ടി തിരിക്കുന്നതിനൊക്കെ ഈസി ആയിട്ട് എല്ലാവർക്കും ആക്സസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ വീടിന് കിണർ വെള്ളം അവൈലബിൾ ആയിട്ടുണ്ട്. അത് പുറകുവശത്താണ് കിണറുള്ളത്. ഇനി വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ, മുറ്റത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കടപ്പ കല്ലുകളാണ്, നാച്ചുറൽ സ്റ്റോണാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു ഡിസൈൻ ചെയ്ത് കോബിൾ സ്റ്റോണും നൽകിയിട്ടുണ്ട്. ഇവിടെ നാച്ചുറൽ സ്റ്റോണാണ്. ബാംഗ്ലൂർ സ്റ്റോൺ ഈ സെൻറ്റർ ഭാഗത്ത് നൽകിയിരിക്കുന്നു. ഇരുവശത്തുമായിട്ട് കോബിൾ സ്റ്റോൺ നൽകിയിട്ടുണ്ട്. ചെറിയൊരു പ്ലാന്റർ ബോക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ ചെറിയ തൈകളെല്ലാം ചെടികളെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തും ചെറിയൊരു ഗാർഡൻ സ്പേസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നാലും വീടിൻ്റെ ചുറ്റും അത്യാവശ്യം നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു സ്പേസ് കൂടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് വീടിൻ്റെ പുറത്തുള്ള വിശേഷങ്ങൾ. ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് വരാം. അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൽ ഗ്രാനൈറ്റാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു പില്ലർ വരുന്നുണ്ട്. ഇവിടെയും ഒരു പില്ലർ കൊടുത്തിരിക്കുന്നു. ഇതാണ് കാർ പോർച്ച്. കാർ പോർച്ച് അത്യാവശ്യം വലിയ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കാർ പോർച്ചിൽ നൽകിയിട്ടുണ്ട്. വലിയ വിൻഡോകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 2 വലിയ പാളികൾ മുകളിലും ചെറിയ ഡോറുകളുള്ള പാളികൾ താഴെയുമായിട്ട് നൽകിയിരിക്കുന്നു. ഇനി നമുക്ക് വരേണ്ടത് സിറ്റ് ഔട്ടിലേക്കാണ്. ഇവിടെയാണ് സിറ്റ് ഔട്ട് ഒരുക്കിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞു, ഗ്രാനൈറ്റാണ് സിറ്റ് ഔട്ടിൽ നൽകിയിരിക്കുന്നത്. നല്ല നീളത്തിലുള്ള ഒരു സിറ്റ് ഔട്ട്. വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ മെയിൻ ഡോറ് വരുന്നത് ഇതാണ്. മനോഹരമായിട്ടുള്ള ഡോറാണ് വരുന്നത്. ഫുള്ളി കവേർഡ് ആയിട്ടുള്ള, സൈഡിലെല്ലാം കവർ ചെയ്തിട്ടുള്ള മനോഹരമായിട്ടുള്ള ഡോറ്. ഇത് ചെയ്തിരിക്കുന്നത് മഹാഗണി വുഡിലാണ്. 2 മനോഹരമായിട്ടുള്ള ഹാൻഡിൽ നൽകിയിട്ടുണ്ട്. നമ്മൾ കടന്നു വരുന്നത് ലിവിങ് ഏരിയയിലേക്കാണ്. ഇതാണ് ലിവിങ് ഏരിയ. മനോഹരമായിട്ടുള്ള ലിവിങ് ഏരിയയാണ്. നല്ല വിശാലമായിട്ടുള്ള ലിവിങ് ഏരിയ വരുന്നുണ്ട്. ലിവിങ്ങും ഡൈനിങ്ങും ഒരുമിച്ചാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരു ഹാള് പോലെ നൽകിയിരിക്കുകയാണ്. എൻ്റെ പുറകിലായിട്ട് കാണാം, ഇവിടെ ഒരു 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ടിൽ ഇവിടെ കണ്ടതാണ് ഒരു 3 വലിയ ജനൽ. അത് ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ആ കണ്ടംപററി ഡിസൈനോട് ചേർന്ന് നിൽക്കത്തക്ക രീതിയിലുള്ള ഒരു ജനലുമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഭിത്തിയിലാണ് നമുക്ക് TV യൂണിറ്റ് വരുന്നത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് താഴെ വരുന്നുണ്ട്. ക്യൂരിയോസ് വെക്കാവുന്ന സ്പേസ് ഇവിടെ ചെയ്തിട്ടുണ്ട്. മഹാഗണി വുഡിലാണ്, മൾട്ടി വുഡിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഇവിടെയും നമുക്കൊരു ഡിസൈൻ വർക്ക് കാണാം. മുകളിൽ ഫോൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഫാനും അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു. ഒറ്റ ഹാളായിട്ടാണ് ലിവിങ്ങും ഡൈനിങ്ങും തിരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു പാർട്ടീഷൻ വാൾ മൾട്ടി വുഡിൽ ചെയ്ത് ചെയ്യാവുന്നതാണ്. ഇവിടെയാണ് ഡൈനിങ് സ്പേസ്. ഇപ്പോൾ വലിയ ഡൈനിങ് സ്പേസിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെയാണ് വാഷ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നത്. സെറയുടെ ഒരു വാഷ് ബേസിൻ നൽകിയിട്ടുണ്ട്. കൗണ്ടർ ടോപ്പ് ഗ്രാനൈറ്റിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഹാങ്ങിങ് ലൈറ്റ് ഇവിടെ വരുന്നുണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ്, വാനിറ്റി കൗണ്ടർ കൊടുത്തിരിക്കുന്നു. അപ്പോൾ താഴത്ത് നമുക്ക് കിച്ചൺ അവൈലബിൾ ആണ്. ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ വരുന്നത്. ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിനുള്ള ഒരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കയറി വരാം നമ്മുടെ കിച്ചണിലേക്ക്.
വിശാലമായിട്ടുള്ള കിച്ചൺ തന്നെയാണ് വരുന്നത്. എൽ ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് ഒരുക്കുന്നത്. കൗണ്ടർ ടോപ്പ് വരുന്നത് ഗ്രാനൈറ്റിലാണ്. താഴെയും മുകളിലുമായിട്ട് ഒരുപാട് കബോർഡുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫാൻ എല്ലായിടത്തും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു 3 പാളി ജനൽ കൊടുത്തിരിക്കുന്നു. ഇവിടെയാണ് സിങ്ക് വരുന്നത്. 2 ടാപ്പുകളും കൊടുത്തിട്ടുണ്ട്. സെറയുടേതാണ് ടാപ്പുകൾ. നമുക്ക് വർക്ക് ഏരിയ ചെയ്തെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്പേസ് നമുക്ക് പുറകുവശത്ത് ലഭ്യമായിട്ടുണ്ട്. ഇവിടെയാണ് വർക്ക് ഏരിയക്കുള്ള സ്പേസ് വരുന്നത്. പുറകുവശത്ത് അത്യാവശ്യം സ്പേസ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, പുറകുവശത്ത് സ്പേസ് ഉണ്ട്. ഇവിടെയാണ് കിണർ വരുന്നത്. ഈ കിണറിൽ നിന്നാണ് നമുക്ക് ആവശ്യമുള്ള വെള്ളം ലഭിക്കുന്നത്. കൂടാതെ വാട്ടർ കണക്ഷൻ വേണമെങ്കിൽ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. നമുക്ക് ബെഡ്റൂം നോക്കാം. അപ്പോൾ നമുക്ക് പോകേണ്ടത് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെയാണ്. സ്കിൻ ഡോറുകളാണ് ബെഡ്റൂമിന് നൽകിയിരിക്കുന്നത്. കയറി വരാം ആദ്യത്തെ ബെഡ്റൂമിലേക്ക്. നല്ല നീളത്തിലുള്ള മനോഹരമായിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2 സൈഡിലും 2 ജനലുകൾ വരുന്നുണ്ട്. ഫ്രണ്ടിൽ നമ്മൾ സിറ്റ് ഔട്ടിൽ കാർ പോർച്ചിൽ കണ്ട പോലെയുള്ള ഒരു വലിയ വിൻഡോ, ആ കണ്ടംപററി ഡിസൈനിലുള്ള ഒരു വിൻഡോ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയാണ് വാർഡ്രോബ് ഒരുക്കിയിരിക്കുന്നത്. വാർഡ്രോബ് ചെയ്തിരിക്കുന്നത് മൾട്ടിവുഡിലാണ്. ഇവിടെ കുറച്ച് സ്റ്റോറേജ് സ്പേസുകൾ വരുന്നുണ്ട്. ഇവിടെ ഷോക്കേസ് ചെയ്യാവുന്ന ഐറ്റംസ് ഒക്കെ വയ്ക്കാവുന്ന രീതിയിലുള്ള സ്പേസ്, ഒരുപാട് സ്പേസുള്ള വാർഡ്രോബാണ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ ഫോൾ സീലിംഗ് വർക്കും കൊടുത്തിട്ടുണ്ട്. ചെറിയ ഒരു പ്രൊഫൈൽ LED-കളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്ത് ഒരു വാൾ ലൈറ്റും കൊടുത്തിരിക്കുന്നു. ഇവിടെയാണ് ബാത്റൂം വരുന്നത്. ബാത്റൂം അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ള ബെഡ്റൂമാണ് ഇത്. ബാത്റൂമിൻ്റെ ഡോറ് തേക്കുഡിൻ്റെ ഒരു ഡിസൈനിലാണ് വരുന്നത്. നമുക്ക് ബാത്റൂം നോക്കാം. നീളത്തിലുള്ള ഒരു ബാത്റൂമാണ്. മാറ്റ് ഫിനിഷുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഈ അവസാന ഭാഗത്തായിട്ടാണ് ക്ലോസറ്റ് വരുന്നത്. മാറ്റ് ഫിനിഷുള്ള മനോഹരമായിട്ടുള്ള ടൈല്. ഈ സെൻറ്റർ ഭാഗത്തായിട്ടാണ് നമുക്ക് ഷവർ കൊടുത്തിരിക്കുന്നത്. ഈ കയറി വരുമ്പോൾ തന്നെ സെറയുടെ ഒരു വാഷ് ബേസിനും അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി പോകേണ്ടത് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ്. രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഡൈനിങ് സ്പേസിൽ നിന്നാണ് ബെഡ്റൂമിലേക്കുള്ള ഡോറ് കൊടുത്തിരിക്കുന്നത്. അതും സ്കിൻ ഡോറുകൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ കണ്ട ബെഡ്റൂമിൻ്റെ അത്ര വലിപ്പം ഈ ബെഡ്റൂമിനില്ല. ഇരുവശത്തുമായിട്ട് ജനൽ വരുന്നുണ്ട്. ഈ ഓരോ ജനലുകളാണ് ഈ ഭാഗത്ത് വരുന്നത്. അതുപോലെ തന്നെ വലിയ വാർഡ്രോബാണ്, 4 പാളിയുള്ള വലിയ വാർഡ്രോബാണ് ഈ ബെഡ്റൂമിൽ നൽകിയിരിക്കുന്നത്. ചെറിയ രീതിയിലുള്ള ഫോൾ സീലിങ്ങും നമുക്ക് ഈ ബെഡ്റൂമിൽ കാണാനാവുന്നുണ്ട്. ഇനി ബാത്റൂമാണ്. ടൈലുകൾക്ക് വ്യത്യാസമുണ്ട്. നേരത്തെ കണ്ട ബാത്റൂമിൻ്റെ അതേ വലിപ്പം തന്നെയാണ് ബാത്റൂമിന്, പക്ഷേ ടൈലുകൾക്ക് അല്പം വ്യത്യാസമുണ്ട്. മാറ്റ് ഫിനിഷുള്ള ടൈല് തന്നെയാണ്. നല്ലൊരു ഇറ്റാലിയൻ മാർബിളിൻ്റെ ഡിസൈനിലുള്ള ഒരു ടൈല് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ക്ലോസറ്റ് വരുന്നുണ്ട്. നേരത്തെ കണ്ട ബാത്റൂം പോലെ തന്നെയാണ് ബാത്റൂമിൻ്റെ ഡിസൈൻ വരുന്നത്. നേരെ കയറി വരുമ്പോൾ തന്നെ വാഷ് ബേസിൻ വരുന്നത്. ഇനി നമ്മൾ പോകുന്നത് താഴത്തെ നിലയിൽ നമ്മൾ വിശേഷങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പോകേണ്ടത് മുകളിലത്തെ നിലയിലേക്കാണ്. മുകളിലത്തെ നിലയിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ സ്റ്റെപ്പുകളാണ്. സ്റ്റെപ്പ് വരുന്നത് ഡൈനിങ് സ്പേസിൽ നിന്ന് മുകളിലേക്കാണ്. സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് നൽകിയിരിക്കുന്നു. ഹാൻഡ് റെയിൽ ഒരുക്കിയിരിക്കുന്നത് സ്റ്റീലിലാണ്. അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോകാം. സ്റ്റെപ്പ് കയറി ഈ ഭാഗത്ത് വരുമ്പോൾ ലാൻഡിങ് സ്പേസിൽ വരുമ്പോൾ ഈ ഭാഗത്തായിട്ട് നമുക്ക് ചെറിയൊരു ഷീറ്റ് വർക്ക് ചെയ്ത മനോഹരമായിട്ടുള്ള ഡിസൈൻ വർക്ക് കാണാം. വലിയ വിശാലമായിട്ടുള്ള അപ്പർ ലിവിങ് സ്പേസാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഒരു 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ വരുന്നത് ആ സെയിം ജനൽ, താഴെ കണ്ട് നമ്മൾ കാർ പോർച്ചിൻ്റെ ആ ഭാഗത്ത് കണ്ട സെയിം ജനലാണ് ഇവിടെ വരുന്നത്. ഈ ഭാഗത്ത് നമുക്ക് 2 ബെഡ്റൂമുകളാണുള്ളത്. മുകളിലത്തെ നിലയിലായിട്ട് 2 ബെഡ്റൂമുകൾ. ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഭാഗത്താണ് ഒരു ബെഡ്റൂം. നമുക്ക് ആദ്യം ഈ ബെഡ്റൂം നോക്കാം. വാ. താഴത്തെ നിലയിൽ കണ്ട ബെഡ്റൂമിൻ്റെ അതേ സ്പേസ് തന്നെയാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. നല്ല നീളത്തിലുള്ള, നല്ല വിശാലം, ഏകദേശം ഒരു 12-11 വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് വരുന്നത്. 2 വശത്തും ജനൽ വരുന്നുണ്ട്. ഓരോ പാളികളിലും ജനൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു 3 പാളി ജനലും നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകൾ ഇവിടെ വരുന്നുണ്ട്. നമുക്ക് അടുത്ത് ബാത്റൂമിലേക്ക് പോകാം. ഇതിൻ്റെയും ബാത്റൂം നല്ല നീളത്തിലുള്ള ബാത്റൂമാണ് നൽകിയിരിക്കുന്നത്. നല്ല മാറ്റ് ഫിനിഷുള്ള ടൈൽ തന്നെ ഇവിടെയും വരുന്നുണ്ട്. സെയിം ഫിറ്റിങ്സുകൾ തന്നെയാണ് ബാത്റൂമുകൾക്ക് ഒരുക്കിയിരിക്കുന്നത്. സെൻറ്റർ ഭാഗത്തായിട്ട് ഷവർ, നേരെ അപ്പുറത്ത് ക്ലോസറ്റ്, കയറി തരുമ്പോൾ തന്നെ വാഷ് ബേസിനും, അങ്ങനെയാണ് എല്ലാ ബാത്റൂമും ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് 4ാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമാണ്. അതാണ് ഇവിടെ നിന്നാണ് അതിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിരിക്കുന്നത്. എല്ലാം സ്കിൻ ഡോറുകളാണ് ബെഡ്റൂമുകൾക്ക് വരുന്നത്.
4 ബെഡ്റൂമുകളും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ്. ബാക്കി എല്ലാം സെയിം തന്നെയാണ്. ഇരുവശത്ത് ജനൽ വരുന്നുണ്ട്. ഒരേപോലെയുള്ള ഫിറ്റിങ്സുകളും കാര്യങ്ങളും എല്ലാം സെയിം തന്നെയാണ്. ഇവിടെയാണ് ബാത്റൂം വരുന്നത്. ആ ബാത്റൂമിൻ്റെ സ്പേസും സെയിം തന്നെയാണ്. പക്ഷേ ടൈലുകൾക്ക് അല്പം വ്യത്യാസമുണ്ട്. മാറ്റ് ഫിനിഷുള്ള ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ മാറ്റ് ഫിനിഷുള്ള ടൈലാണെങ്കിൽ പോലും നല്ല ഭംഗിയുള്ള ടൈലാണ് ഇവിടെ വരുന്നത്. ഇവിടെ കയറി വരുമ്പോൾ തന്നെ വാഷ് ബേസിനാണ്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ് ബാത്റൂമുകൾക്ക് ഒരുക്കിയിരിക്കുന്നത്. ഇനി യൂട്ടിലിറ്റി സ്പേസ് കൂടി നമുക്ക് കാണാനുണ്ട്. ഇവിടെയാണ് യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. ചെറിയൊരു ബെഡ്റൂമായിട്ട് സ്റ്റഡി റൂമൊക്കെ പോലെ നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കിഡ്സ് റൂം പോലെ ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഇവിടെ ഈ യൂട്ടിലിറ്റി സ്പേസ് ഒരുക്കിയിരിക്കുന്നത്. കോൺക്രീറ്റിലാണ് ഈ ഇതും ചെയ്തെടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു 3 പാളി ജനൽ വരുന്നുണ്ട്. ഇവിടെയാണ് വാഷിംഗ് മെഷീൻ്റെ ഏരിയ. ഇനി മുകളിലേക്ക് ടെറസിലേക്ക് പോകാനായിട്ടുള്ള ഗോവണി വരുന്നത് ഈ ഭാഗത്തു നിന്നാണ്. ഇവിടെ നമുക്ക് ടെറസിലേക്ക് പോകാവുന്നതാണ്. ഈ സ്റ്റെപ്പ് കയറിയാൽ നമുക്ക് ടെറസിലേക്ക് പോകാനുള്ള സ്പേസാണ്. 4.3 സെൻറ്റ് സ്ഥലത്ത് 1900 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളുള്ള മനോഹരമായിട്ടുള്ള വീടിൻ്റെ വീഡിയോയാണ് ഇന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഈ വീടിൻ്റെ വില ചോദിക്കുന്നത് 75 ലക്ഷം രൂപയാണ്. പക്ഷേ നെഗോഷ്യബിളാണ്. ഈ വീടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്കുള്ള ദൂരം ഏകദേശം ഒരു 12 കിലോമീറ്ററാണ് വരുന്നത്. അതുപോലെ തന്നെ മെയിൻ ബസ് റൂട്ടിലേക്ക് ഏകദേശം ഒരു 400 മീറ്റർ ദൂരമുണ്ട്. മനോഹരമായിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയയിൽ നിർമ്മിച്ച ഈ വീട് വാങ്ങാനായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. ഇതുപോലുള്ള ധാരാളം വീടിൻ്റെ വീഡിയോകൾ ചെയ്യാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് തത്സമയം ലഭിക്കാനായി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.